കൂടുതൽ ദി ഹിന്ദു ന്യൂസ് പേപ്പർ അനാലിസിസിനു വേണ്ടി പ്രതിമാസം 189 രൂപ എന്ന നിരക്കില് മെമ്പർഷിപ്പ് എടുക്കാവുന്നതാണ്. യൂട്യൂബ് വഴിയും ലേണേഴ്സ് IAS ആപ്പ് വഴിയും ക്ലാസുകൾ കാണാവുന്നതാണ്. ജൂൺ 1-ാം തീയതിയിലെ ദ ഹിന്ദു ന്യൂസ് പേപ്പറിൽ വന്നിട്ടുള്ള പ്രിലിംസ് ആൻഡ് മെയിൻസ് പോയിന്റ് ഓഫ് വ്യൂവിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വാർത്തകളാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അതിൽ ആദ്യത്തേത് ഇന്ത്യയുടെ GDP നിരക്ക് 8.2% ഉയർന്നു എന്നുള്ളൊരു വാർത്തയാണ്. ഇത് ഫിനാൻഷ്യൽ ഇയർ 23-24 വാല്യൂ ആണ് ഇപ്പം NSO റിലീസ് ചെയ്തിട്ടുള്ളത്. പ്രിലിംസ് ആസ് വെൽ ആസ് മെയിൻസ് പോയിന്റ് ഓഫ് വ്യൂവിൽ ഈ ഒരു ട്രെൻഡ് കൃത്യമായിട്ട് ഓർത്തിരിക്കണം. ഓക്കെ, അപ്പം GDP എന്ന് പറയുന്നത് ഗ്രോസ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ്, അതായത് ഒരു ടെറിട്ടറിക്ക് അകത്ത് പ്രൊഡ്യൂസ് ചെയ്യുന്ന മൊത്തം ഗൂഡ്സ് ആൻഡ് സർവീസസിന്റെ വാല്യുവേഷൻ, അതാണ് ഈ ഒരു GDP കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആ ഒരു ടോട്ടൽ വാല്യൂ, ആ ഒരു ഗ്രോസ് വാല്യൂഷനെയാണ് നമ്മൾ GDP എന്ന് പറയുന്നത്. അപ്പം സ്റ്റാറ്റിക് പോർഷനിൽ നമ്മൾ 2 ടൈപ്പ് പഠിച്ചിട്ടുണ്ട്. അതായത് നോമിനൽ GDP ഉണ്ട്, അതുപോലെ തന്നെ റിയൽ GDP ഉണ്ട്. ഓക്കെ, ബ്രീഫായിട്ട് എന്താ കൺസെപ്റ്റ് ഒന്നുകൂടി നമുക്ക് റിവൈസ് ചെയ്യാം. റിയൽ GDP എന്ന് പറയുമ്പോൾ അതൊരു ബേസ് പ്രൈസ് അല്ലെങ്കിൽ ഒരു കോൺസ്റ്റന്റ് പ്രൈസിലായിരിക്കും കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അതായത് അവിടെ ഇൻഫ്ലേഷൻ അഡ്ജസ്റ്റഡ് ആയിരിക്കും. അതിൽ നിന്നും നമുക്ക് മനസ്സിലാവുന്നത് എന്തായിരിക്കും, എത്രമാത്രം പ്രൊഡക്ഷൻ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളൊരു കാര്യമാണ് റിയൽ GDP കൊണ്ട് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുക. എന്നാൽ നോമിനൽ GDP വാല്യൂ എന്ന് പറയുമ്പോൾ മാർക്കറ്റിൽ എത്ര പ്രൈസിലാണ് നമ്മൾ ഓരോ പ്രോഡക്റ്റും വാങ്ങിക്കുന്നത്, ആ ഒരു വില ആയിരിക്കും. കറന്റ് പ്രൈസിലായിരിക്കും നോമിനൽ GDP കാൽക്കുലേറ്റ് ചെയ്യുക. ഓക്കെ, അപ്പം അവിടെ ഇൻഫ്ലേഷനോ ഡിഫ്ലേഷനോ കാൽക്കുലേറ്റ് ചെയ്യില്ല അല്ലെങ്കിൽ കൺസിഡർ ചെയ്യില്ല. അപ്പം നോമിനൽ GDP എന്ന് പറയുന്നത് കുറച്ചുകൂടി ഒരു അക്യുറേറ്റ് ആയിട്ടുള്ള ഒരു ഇക്കോണമിയുടെ റിഫ്ലക്ഷൻ ആണ് നോമിനൽ GDP എന്ന് പറയുന്നത്. അപ്പം ഇപ്പം വാർത്തയിൽ വന്നിട്ടുള്ള എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസ് അവരാണ് ഈ ഒരു GDP കാൽക്കുലേഷൻ നടത്തുന്നത്. അപ്പം അതിൽ റിയൽ GDPയുടെ വാല്യൂ എന്ന് പറയുന്നത് ഫിനാൻഷ്യൽ ഇയർ 23-24 വാല്യൂ 8.2% എന്നുള്ളതാണ്. ഇത് കഴിഞ്ഞ ഫിനാൻഷ്യൽ ഇയർ നോക്കുകയാണെങ്കിൽ 7% അതിൽ നിന്നും ഒരു ഇൻക്രീസ് ആണ് ഇവിടെ സംഭവിച്ചിട്ടുള്ളത്. ആൻഡ് ഇതിനു മുൻപ് NSO ഓൾറെഡി ഒരു ഫസ്റ്റ് അഡ്വാൻസ് എസ്റ്റിമേറ്റ് നടത്തിയിരുന്നു. അപ്പം പ്രൊജക്ട് ചെയ്തിട്ടുള്ള വാല്യൂ 7.3% ആയിരുന്നു. അപ്പം പ്രൊജക്ഷനേക്കാളും കൂടുതൽ ഒരു ഇൻക്രീസ് നേടാനായിട്ട് പറ്റി എന്നുള്ളതാണ് ഇവിടുത്തെ ഒരു അച്ചീവ്മെന്റ് ആയിട്ട് പറയുന്നത്. ആൻഡ് നോമിനൽ GDPയുടെ ഒരു വാല്യൂ എന്ന് പറയുന്നത് അത് ഏകദേശം 9.6% ആ ഒരു ഗ്രോത്ത് റേറ്റിലാണ് വളർന്നിട്ടുള്ളത്. ആൻഡ് കഴിഞ്ഞ വർഷത്തെ നമ്മൾ നോക്കുകയാണെങ്കിൽ, കഴിഞ്ഞ ഫിനാൻഷ്യൽ ഇയറിൽ നോക്കുകയാണെങ്കിൽ ഇറ്റ് വാസ് 14.2%. അപ്പം അതിൽ നിന്നും 9.6% എന്നുള്ള ഒരു ഗ്രോത്ത് റേറ്റിലാണ് നോമിനൽ GDP വളർന്നിട്ടുള്ളത്. ഓക്കെ, ആ ഒരു കൺസെപ്റ്റ് അറിഞ്ഞിരിക്കണം. ഈ നോമിനൽ GDPയും റിയൽ GDPയും ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ ഇൻഫ്ലേഷൻ എക്കോണമിയിൽ എത്ര ഉണ്ട് എന്നുള്ള ഒരു കാര്യമൊക്കെ കാൽക്കുലേറ്റ് ചെയ്യുക. നോമിനൽ GDP മൈനസ് റിയൽ GDP ചെയ്യുമ്പോഴാണ് ഇക്കോണമിയിൽ ഇൻഫ്ലേഷൻ നമുക്ക് കിട്ടുക. ആൻഡ് ഈ ഒരു 2 പാരാമീറ്റർ ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ GDP ഡിഫ്ലേറ്റർ പോലുള്ള ഇൻഫ്ലേഷൻ മെഷർ ചെയ്യുന്ന ഓരോ പാരാമീറ്റേഴ്സിനെയും എന്ത് ചെയ്യുന്നത്, കണ്ടുപിടിക്കുന്നത്. അപ്പം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വാല്യൂസ് ആണിത്. ആൻഡ് റിയൽ GDP ഞാൻ പറഞ്ഞു, ഇറ്റ് ഈസ് ദ GDP അറ്റ് ദി കോൺസ്റ്റന്റ് പ്രൈസ്, അതായത് ഒരു ബേസ് ഇയർ എടുത്തിട്ട് അതിന്റെ ബേസിസിലായിരിക്കും നമ്മൾ ഈ ഒരു വാല്യൂ കണ്ടുപിടിക്കുന്നത്. ആൻഡ് ഇത്തവണ അത് 173.82 lakh crore ആണ് എത്തിയിട്ടുള്ളത്. ഓക്കെ, ആൻഡ് നോമിനൽ GDP അല്ലെങ്കിൽ കറന്റ് പ്രൈസിലുള്ള GDP എന്ന് പറയുന്നത് 295.36 lakh crore ആണ് എത്തിയിട്ടുള്ളത്. അപ്പം ഞാൻ പറഞ്ഞു ഇവിടെ ഒരു ഫിക്സഡ് ഇയറിലുള്ള പ്രൈസ് ആയിരിക്കും വരുന്നത്, ഇവിടെ കറന്റ് പ്രൈസ് ആയിരിക്കും. ഇപ്പം നമ്മൾ മാർക്കറ്റിൽ പോയിട്ട് ഒരു സാധനം വാങ്ങിക്കുമ്പോൾ, ഓക്കെ, അതായത് ഇപ്പം 2 കൊല്ലം മുന്നേ നമ്മൾ ഒരു ലൈമ് വാങ്ങിക്കുമ്പം 15 രൂപയാണെങ്കിൽ ഇപ്പം പോയി വാങ്ങിക്കുകയാണെങ്കിൽ, മാർക്കറ്റിൽ പോയി വാങ്ങിക്കുന്ന സമയത്ത് അത് 25 രൂപയായിട്ട് ഉയർന്നിട്ടുണ്ട്. അപ്പം ഈ ഒരു 25 രൂപയുടെ വാല്യൂസ് ആയിരിക്കും ആഡ് ഓൺ ചെയ്യുന്നത്. അപ്പം ഇവിടെ പ്രൈസിന്റെ ഇൻക്രീസ് നോമിനൽ GDPയിൽ വരുന്ന സമയത്ത് പ്രൈസ് ഇൻക്രീസ് ചെയ്യുന്നത് പ്രൊഡക്ഷൻ കൊണ്ടാവണം എന്നില്ല, ഇൻഫ്ലേഷൻ കൊണ്ടാവാം. ഓക്കെ, അപ്പം ആ ഒരു കൺസെപ്റ്റ് കൃത്യമായിട്ട് ഓർത്തിരിക്കണം. ആൻഡ് ഇവിടെ വേറൊരു കാര്യം പറയുന്നുണ്ട്, ദ റിയൽ ഗ്രോസ് വാല്യൂ ആഡഡ്. ഗ്രോസ് വാല്യൂ അഡീഷൻ എന്ന് പറയുമ്പോൾ എന്താ സംഭവിക്കുന്നത്, ഓരോ സ്റ്റേജ് ഓഫ് പ്രൊഡക്ഷനിലും എത്രമാത്രം വാല്യൂ അഡീഷൻസ് സംഭവിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പം ആ ഒരു വാല്യൂവിന്റെ കേസ് നമ്മൾ നോക്കുന്ന സമയത്ത് ഏകദേശം 7.2% എക്സ്പാൻഡ് ചെയ്തിട്ടുള്ളത്. അത് കഴിഞ്ഞ ഫിനാൻഷ്യൽ ഇയർ നോക്കുകയാണെങ്കിൽ 6.7% ആയിരുന്നു. അപ്പം അതിനേക്കാളും ഫാസ്റ്റർ റേറ്റ് ആണ് ഇത്തവണത്തെ റിയൽ GVA എന്ന് പറയുന്നത്. അപ്പം ഈ ഒരു GVAയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഓരോ സ്റ്റേജിലുള്ള പ്രൊഡക്ഷൻ സ്റ്റേജിലുള്ള വാല്യൂ അഡീഷൻ ആണ് ഇവിടെ കൂട്ടുന്നത്. അതുകൊണ്ട് തന്നെ കുറച്ചുകൂടി സെക്ടർ സ്പെസിഫിക് ആയിട്ടുള്ള പോളിസി ഇന്റർവെൻഷൻസ് ഒക്കെ നടത്തണമെങ്കിൽ GVA വാല്യൂസ് വേണം. ഓക്കെ, ആൻഡ് ഇത്തവണത്തെ GVA ഗ്രോത്ത് എന്ന് പറയുന്നത് ഇറ്റ് ഇസ് മെയിൻലി ഡ്യൂ ടു ദി ഗ്രോത്ത് ഇൻ ദി മാനുഫാക്ചറിങ് സെക്ടർ. ഏകദേശം 9.9% ഗ്രോത്ത് ആണ് മാനുഫാക്ചറിങ് സെക്ടറിൽ ഉണ്ടായിട്ടുള്ളത്. അതുപോലെ തന്നെ മൈനിങ്ങിൽ 7.1%, മൈനിങ് ആൻഡ് കോറിയിങ്ങിൽ 7.1% ആണ് ഈ ഒരു ഫിനാൻഷ്യൽ ഇയറിൽ നമുക്ക് റൈസ് ചെയ്യാനായിട്ട് പറ്റിയിട്ടുള്ളത്. അപ്പം ഈ ഒരു ഇൻക്രീസ് ആണ് ഈ ഒരു GDP ഗ്രോത്ത് റേറ്റിന് കാരണമായിട്ട് മാറിയിട്ടുള്ളത്. ഓക്കെ, അപ്പം ഈ ഒരു ട്രെൻഡ് കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം.
നമ്മുടെ GDP ഗ്രോത്ത് എങ്ങനെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്, ആ ഒരു ഇൻക്രീസ് ആയിരുന്നു ഡിക്രീസ് ആയിരുന്നു, അത് ഒരു 10 വർഷത്തെങ്കിലും ഏകദേശം ഓർമ്മ വേണം. അപ്പം 2014 മുതൽ 15 ഒരു 19 നമുക്കറിയാം കോവിഡ്, ഈ ഒരു കാലഘട്ടം വരെ ഓൾമോസ്റ്റ് ഇങ്ങനെ ഒരു ഇൻക്രീസ് വന്ന് 8.3 വാല്യൂ എത്തി. അതിനുശേഷം ഡിക്രീസ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ആൻഡ് 2021 കോവിഡ് ലോക്ക്ഡൗൺ ആ ഒരു കാലഘട്ടത്തിലാണ് നെഗറ്റീവ് വാല്യൂ വരെ പോയിട്ടുണ്ട്. അതിനുശേഷം പിന്നീട് ഒരു ഇൻക്രീസ് ആയിരുന്നു ഉണ്ടായത്. ഇവിടെ നിന്ന് ഒരു ഇൻക്രീസ് ഉണ്ടായി, ദെൻ ഒരു ചെറിയൊരു ഡിപ്പ് വന്നു, പിന്നെയും ഇപ്പം എന്ത് ചെയ്തിരിക്കുന്നു, ഇൻക്രീസ് ചെയ്തു എന്നുള്ള ആ ഒരു ട്രെൻഡ് കൃത്യമായിട്ട് ഓർത്തിരിക്കണം. ഓക്കെ, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് പ്രിലിംസ് ആസ് വെൽ ആസ് മെയിൻസ് പോയിന്റ് ഓഫ് വ്യൂവിൽ. അടുത്ത വാർത്ത എന്ന് പറയുന്നത് തമിഴ്നാട്ടില് ഗവൺമെന്റ് റിക്രൂട്ട്മെന്റ് നടത്തുന്നത്. അപ്പം തമിഴ്നാട് ഗവൺമെന്റ് ആണ്. അപ്പം ആ ഒരു റിക്രൂട്ട്മെന്റിന് അഗെയിൻസ്റ്റ് ആയിട്ട് ഹൈക്കോടതിയിൽ ഇപ്പം ഒരു കേസ് പോയിരുന്നു. അതായത് ഗവൺമെന്റ് എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഗവൺമെന്റിലോട്ട് റിക്രൂട്ട് ചെയ്യുന്ന ആൾക്കാർക്കെല്ലാം തമിഴ് ലാംഗ്വേജിൽ പ്രൊഫിഷ്യൻസി വേണം എന്നുള്ളൊരു കാര്യം നിർബന്ധമാക്കി. അപ്പം അതിന് അഗെയിൻസ്റ്റ് ആയിട്ടാണ് ഇപ്പം ഹൈക്കോടതിയിൽ ഒരു കേസ് പോയത്. പക്ഷേ ഹൈക്കോടതിയും ഗവൺമെന്റ് പറയുന്ന കാര്യങ്ങൾ ശരിവെക്കുകയാണ് ചെയ്തിട്ടുള്ളത്, അപ്ഹോൾഡ് ചെയ്തിട്ടുള്ളത്. അപ്പം ജസ്റ്റ് ഈ ഒരു ജഡ്ജ്മെന്റ് പ്രിലിംസ് പോയിന്റ് ഓഫ് വ്യൂവിൽ ഓർത്തിരിക്കുക. അപ്പം ഇതിന്റെ ബാക്ക്ഡ്രോപ്പ് ഇതാണ്. മദ്രാസ് ഹൈക്കോടതിയിൽ വന്നിട്ടുള്ള കേസാണ്. പക്ഷെ ഹൈക്കോടതി എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു പെറ്റീഷൻ അക്സെപ്റ്റ് ചെയ്തില്ല എന്നുള്ളതായിരുന്നു. അപ്പം ഇവിടെ എന്താ പറയുക, ഉന്നയിച്ചിട്ടുള്ള പ്രശ്നം എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ, തമിഴ്നാട് ഗവൺമെന്റ് ഈ റിക്രൂട്ട്മെന്റിലോട്ട് വരുന്ന ആൾക്കാർക്ക് തമിഴ് ലാംഗ്വേജിൽ പ്രൊഫിഷ്യൻസി വേണം എന്ന് പറയുന്നുണ്ട്. ആൻഡ് അതും 150 മാർക്കിൽ 40 ഏകദേശം സ്കോർ ചെയ്ത് കഴിഞ്ഞാൽ മാത്രമാണ് ആ ഒരു പ്രൊഫിഷ്യൻസി അവർക്ക് കിട്ടുക എന്നുള്ളതാണ് കണ്ടീഷൻ വെച്ചിട്ടുള്ളത്. ഓക്കെ, ആൻഡ് ഇതിൻ്റെ ഒരു ക്യുമുലേറ്റീവ് മാർക്സ് എടുത്തിട്ടാണ് പബ്ലിക് സർവീസിലോട്ട് റിക്രൂട്ട്മെന്റ് നടത്തുന്നത്. അപ്പം ഇത് തമിഴ് മീഡിയം കാൻഡിഡേറ്റ്സിന് മാത്രം ഒരു 100% കോട്ട ഇവിടെ റിസർവ് ചെയ്യും എന്നുള്ളൊരു വാദമായിരുന്നു പറഞ്ഞത്. പക്ഷെ ഹൈക്കോടതി എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഗവൺമെന്റ് പറഞ്ഞതാണ് ശരി, അതായത് ഗവൺമെന്റ് കറക്റ്റ് ആയിട്ട് റൂൾസ് അബൈഡ് ചെയ്തിട്ടാണ് പോയത്, ഇവിടെ ഒരു കാര്യവും അൺകോൺസ്റ്റിറ്റ്യൂഷണൽ ആയിട്ടില്ല എന്നുള്ളൊരു കാര്യമാണ് ഹൈക്കോടതി എന്ത് ചെയ്തിട്ടുള്ളത്, അപ്ഹോൾഡ് ചെയ്തത്. അപ്പം ഇവിടുത്തെ ഈ ഒരു കാര്യം തീരുമാനിച്ചിട്ടുള്ളത്, അല്ലെങ്കിൽ ഈ ഒരു ഗവൺമെന്റ് ഓർഡർ വരാനുള്ള ഒരു സാഹചര്യം എന്ന് പറയുന്നത്, ഇറ്റ് ഈസ് ഇൻ കൺസണൻസ് വിത്ത് Section 21A of the Tamil Nadu Government Servants Conditions of Service Act of 2016. അപ്പം ഈ ഒരു ആക്ടിന്റെ ബാക്ക്ഡ്രോപ്പിൽ ഈ ഒരു സെക്ഷൻ 21A അതിന്റെ ബേസിസിലാണ് ഇങ്ങനെ ഒരു ഓർഡർ കൊണ്ടുവന്നിട്ടുള്ളത്. അതായത് ഈ ഒരു റിക്രൂട്ട്മെന്റ്സ് നടത്തുന്ന സമയത്ത് തമിഴ് ലാംഗ്വേജിൽ പ്രൊഫിഷ്യൻസി വേണം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം അതിനുശേഷം നടന്നിട്ടുള്ളത് 2021 വരുന്നത്. അതിനുശേഷം വന്നിട്ടുള്ള എല്ലാ റിക്രൂട്ട്മെന്റുകളിലും ഓൾറെഡി ഈ ഒരു കാര്യം പ്രാബല്യത്തിൽ കൊണ്ടുവന്നിട്ടുള്ളതാണ്, അല്ലെങ്കിൽ നടപ്പിലാക്കിയിട്ടുള്ളതാണ്. ഓക്കെ, അപ്പം ഹൈക്കോടതിയും പറഞ്ഞു, അതായത് ഇപ്പം ഒരു സബോർഡിനേറ്റ് ആയിട്ടുള്ള ഒരു ലെജിസ്ലേഷൻ വരികയാണെങ്കിൽ അത് അൺകോൺസ്റ്റിറ്റ്യൂഷണൽ ആണ്, അല്ലെങ്കിൽ കൃത്യമായിട്ടല്ല പോകുന്നത്, അതിന് ക്രിട്ടിസൈസ് ചെയ്യണമെങ്കിൽ കൃത്യമായിട്ടുള്ള ഒരു എവിഡൻസ് വേണം. പക്ഷെ ഇവിടെ ഇതിന്റെ പാരന്റ് ആക്ടുമായിട്ട് ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ കോൺസ്റ്റിറ്റ്യൂഷണൽ പ്രൊവിഷൻസിനോ എഗെയിൻസ്റ്റ് ആയിട്ട് ഇവിടെ ഒന്നും ഇല്ല എന്നുള്ളൊരു ഒബ്സർവേഷൻ ആണ് കോടതി നടത്തിയിട്ടുള്ളത്. ഓക്കെ, ആൻഡ് പെറ്റീഷണേഴ്സിന്റെ ഭാഗത്തു നിന്ന് നോക്കുകയാണെങ്കിൽ അവർക്കും ഈ ഒരു ഗവൺമെന്റ് ഓർഡർ അൺകോൺസ്റ്റിറ്റ്യൂഷണൽ ആണ് എന്ന് തെളിയിക്കാനായിട്ട് സാധിച്ചില്ല അവരുടെ ഭാഗത്തു നിന്ന് നോക്കുമ്പോൾ. ഓക്കെ, ഇത് മാത്രമല്ല, ഗവൺമെന്റിന് വേണ്ടി ഹാജരായിട്ടുള്ള അഡ്വക്കേറ്റ് ജനറൽ അദ്ദേഹം പറഞ്ഞ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം ഗവൺമെന്റ് പബ്ലിക് പോസ്റ്റുകളിലോട്ട് ഓരോ ആൾക്കാരെ റിക്രൂട്ട് ചെയ്യുന്നുണ്ട്. എസ്പെഷ്യലി ഇപ്പം ഗ്രൂപ്പ് 4 എന്ന് പറയുന്ന ഒരു കാറ്റഗറിയിലോട്ടാണ് ഗവൺമെന്റ് സർവൻസിനെ റിക്രൂട്ട് ചെയ്യുന്നതെങ്കിൽ ഈ ഒരു കാറ്റഗറിയിലുള്ള ആൾക്കാർക്ക് സാധാരണ ജനങ്ങളുമായിട്ട് നിറയെയധികം കോൺവെർസേഷൻസ്, ഡയറക്റ്റ് ആയിട്ടുള്ള ഇന്ററാക്ഷൻസ് ആവശ്യമാണ്. എന്നാൽ മാത്രമാണ് ഈ ഒരു ഗവൺമെന്റ് കാര്യങ്ങളെല്ലാം സുഗമമായിട്ട് നടക്കുള്ളൂ. അപ്പം അതിനു വേണ്ടിയിട്ട് തമിഴ് ലാംഗ്വേജ്, ലോക്കൽ ലാംഗ്വേജിലുള്ള പ്രൊഫിഷ്യൻസി എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എന്നുള്ളൊരു വാദമാണ് അഡ്വക്കേറ്റ് ജനറൽ പറഞ്ഞത്. അത് കോടതിക്ക് കൃത്യമായി മനസ്സിലാവുകയും ചെയ്തു. കോടതി പറഞ്ഞു, ഓക്കെ, നമുക്ക് ഈ ഒരു കാര്യം അക്സെപ്റ്റ് ചെയ്യാനായിട്ട് പറ്റില്ല, ഗവൺമെന്റ് ചെയ്തത് ശരിയാണ് എന്നുള്ളൊരു കാര്യം പറഞ്ഞു. ഓക്കെ, സോ ഗവൺമെന്റിന്റെ ഫംഗ്ഷൻസും ഡ്യൂട്ടീസും കൃത്യമായിട്ട് നടക്കണമെങ്കിൽ ഇത് ഈ ഒരു കാര്യം തമിഴ് ലാംഗ്വേജിലുള്ള പ്രൊഫിഷ്യൻസി നിർബന്ധമാണ് എന്നുള്ളൊരു കാര്യം ശരിവെക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പം ജസ്റ്റ് പ്രിലിംസ് പോയിന്റ് ഓഫ് വ്യൂവിൽ ഈ ഒരു ജഡ്ജ്മെന്റ് ഒന്ന് ഓർത്തിരിക്കുക, ഈ ഒരു ആംഗിൾ ഓർത്തിരിക്കുക. അടുത്ത വാർത്ത എന്ന് പറയുന്നത് ഇന്ത്യയുടെ സ്പേസ് സെക്ടർ പ്രൈവറ്റൈസേഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. കാരണം നമ്മൾ ഇന്നലെ നോക്കിയിരുന്നു, അഗ്നിബാൻ എന്ന് പറയുന്ന ആ ഒരു എന്താ പറയുക, ലോകത്തിലെ തന്നെ ആദ്യത്തെ 3D പ്രിന്റഡ് ആയിട്ടുള്ള എഞ്ചിനുള്ള ഒരു ലോഞ്ച് വെഹിക്കിൾ ഇന്നലെ ടെസ്റ്റ് ഫ്ലൈറ്റ് നടത്തി, സക്സസ്ഫുൾ ആയിട്ട് ആ ഒരു ടെസ്റ്റ് ഫ്ലൈറ്റ് നടത്താനായിട്ട് സാധിച്ചു. അപ്പം അത് ഇന്ത്യയുടെ ഒരു പ്രൈവറ്റ് സ്റ്റാർട്ടപ്പ് കമ്പനി ആയിട്ടുള്ള അഗ്നികുൽ കോസ്മോസ് ആണ് ഇത് നിർമ്മിച്ചിട്ടുള്ളത്. ഓക്കെ, ഇത് ഇന്ത്യയുടെ 2ാമത്തെ പ്രൈവറ്റ് കമ്പനിയുടെ ലോഞ്ചാണ്. അപ്പം ആ ഒരു സിഗ്നിഫിക്കൻസ് ഉണ്ട്. അപ്പം നമ്മുടെ ഒരു ക്രിട്ടിക്കൽ സെക്ടറാണ് സ്പേസ് സെക്ടർ എന്ന് പറയുന്നത്. അപ്പം ഇതിലോട്ട് പ്രൈവറ്റ് ആയിട്ടുള്ള വെഞ്ചേഴ്സ് കൂടുതൽ കടന്നു വരുന്നത് കൊണ്ട് എന്തൊക്കെ പൊട്ടൻഷ്യൽ അഡ്വാൻറ്റേജ് ആണ്
എക്സിസ്റ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ വരുന്നത്, ആൻഡ് ഇതെങ്ങനെയാണ് ISROനെ ഹെൽപ്പ് ചെയ്യുന്നത്, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളാണ് ഈ ഒരു എഡിറ്റോറിയൽ മെയിനായിട്ട് നോക്കിയിട്ടുള്ളത്. അപ്പം ഇതിന്റെ കോണ്ടെക്സ്റ്റ് എന്ന് പറയുന്നത് ഇന്നലെ വിക്ഷേപിച്ചിട്ടുള്ള അഗ്നിബാൻ എന്ന് പറയുന്ന റോക്കറ്റാണ്. അപ്പം ആ ഒരു എൻജിൻ നമ്മൾ നോക്കിയ സമയത്ത് അതിന്റെ സിഗ്നിഫിക്കൻസും അതിന്റെ സ്പെസിഫിക്കേഷൻസും വിത്ത് റെസ്പെക്ട് ടു ഫ്യൂവൽ എല്ലാം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറേ അധികം കാര്യങ്ങൾ ഇന്നലെ ഡിസ്കസ് ചെയ്തിരുന്നു. അപ്പം ആ ഒരു ബാക്ക്ഡ്രോപ്പിലാണ് ഈ ഒരു എഡിറ്റോറിയൽ ഇമ്പോർട്ടൻ്റ് ആവുന്നത്. സോ ഇങ്ങനെ പ്രൈവറ്റ് പാർട്ടീസിന്റെ ഒരു എൻട്രി ഒരു 4-5 വർഷമായിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളതാണ്. അപ്പം കുറേ അധികം പ്രൈവറ്റ് സ്റ്റാർട്ടപ്പുകൾ മെല്ലെ മെല്ലെ ഈ ഒരു രംഗത്തോട്ട് കടന്നു വരുന്നുണ്ട്. മാത്രമല്ല നമ്മളിപ്പം FDIയും കുറച്ചുകൂടി ലിബറൽ ആയിട്ടുള്ള കുറേ അധികം സ്പേസ് സെക്ടറിൽ കുറേ ലിബറൽ പോളിസീസും ഗവൺമെന്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പം അതെങ്ങനെയാണ് മൊത്തം സ്പേസ് സെക്ടറിനെയും ഇന്ത്യയുടെ പല സെക്ടേഴ്സിനെയും ഹെൽപ്പ് ചെയ്യുക എന്നുള്ളൊരു കാര്യമാണ് നോക്കുന്നത്. അപ്പം ഓദർ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രൈവറ്റ് കമ്പനീസ് കൂടുതലായിട്ട് വരുന്നതിന്റെ റിസൾട്ടായിട്ട് ഇന്ത്യയുടെ കമേഴ്ഷ്യൽ ആയിട്ടുള്ള ലോഞ്ച് സർവീസുകളെല്ലാം നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും, എക്സ്പാൻഡ് ചെയ്യാനായിട്ട് പറ്റും. അതായത് ഗ്ലോബലി ഇപ്പൊ തന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ ISRO പ്രൊവൈഡ് ചെയ്യുന്ന ലോഞ്ച് സർവീസ് എന്ന് പറയുന്നത് ലോകത്തിലെ തന്നെ വൺ ഓഫ് ദി ചീപ്പസ്റ്റ് ആയിട്ടുള്ള സർവീസാണ്. ഇപ്പം അഗ്നിബാൻ എന്ന് പറയുന്ന ഈ ഒരു സംഭവം ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ടെസ്റ്റ് ഫ്ലൈറ്റ് സക്സസ്ഫുൾ ആയിട്ട് നടത്തിയത് ആക്ച്വലി ഒരു ടെക്നോളജി ഡെമോൺസ്ട്രേഷൻ മാത്രമായിരുന്നു അത്. ഓക്കെ, അപ്പം അതുവഴി നമുക്ക് വളരെ എളുപ്പത്തിൽ തന്നെ ഈ ഒരു എഞ്ചിൻ 3D പ്രിന്റിങ്ങിലൂടെയാണ് ആ ഒരു എഞ്ചിൻ നിർമ്മിച്ചിട്ടുള്ളത്. അതിന്റെ ഇൻഡിജിനസ്ലി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറേ അധികം പാർട്ടുകളും 3D പ്രിന്റഡ് ആയിട്ടാണ് നിർമ്മിച്ചിട്ടുള്ളത്. അപ്പം ഈ ഒരു സെക്ടർ ലോഞ്ച് വെഹിക്കിൾസ് എന്ന് പറയുന്ന ഈ ഒരു സെക്ടർ നമുക്ക് കമേഴ്ഷ്യലി കൂടുതൽ എക്സ്പ്ലോറേഷൻ നടത്താനായിട്ട് പറ്റും പ്രൈവറ്റ് പാർട്ടീസിന്റെ എൻട്രിയോട് കൂടി എന്നുള്ളൊരു ഒബ്സർവേഷൻ ആണ് ആദ്യം പറയുന്നത്. ആൻഡ് ഓൾസോ ISRO ആണ് ഇതിലെ ചീഫായിട്ട് നിൽക്കുന്നത്. അല്ലെങ്കിൽ ഇത്രയും കാലം ഈ ഒരു ക്രിട്ടിക്കൽ സെക്ടർ മൊത്തത്തിൽ ആ ഒരു മോണോപ്പൊളി ഉണ്ടായിട്ടുള്ളത് ആർക്കാണ്, ISROയുടെ കയ്യിലാണ്. ഇപ്പം പോളാർ സാറ്റലൈറ്റ് ലോഞ്ച് വെഹിക്കിൾ PSLV ആവട്ടെ, SSLV ആവട്ടെ, ഇങ്ങനെയുള്ള എല്ലാ ലോഞ്ച് ഫെസിലിറ്റീസും ഇതെല്ലാം കംപ്ലീറ്റ് ആയിട്ട് ISROന്റെ കീഴിലാണുള്ളത്. അപ്പം ഇങ്ങനെ പ്രൈവറ്റ് പാർട്ടീസ് കൂടുതലായിട്ട് വരുന്ന സമയത്ത് എന്ത് ചെയ്യാനായിട്ട് പറ്റും, ISROയ്ക്ക് ഇതെല്ലാം പ്രൈവറ്റ് പാർട്ടീസിനെ ഏൽപ്പിച്ചുകൊണ്ട് അവർക്ക് മറ്റ് R&D അല്ലെങ്കിൽ ഇന്നോവേഷൻ ആ ഒരു ഏരിയയിലോട്ട് കൂടുതൽ കോൺസെൻട്രേഷൻ അതുപോലെ തന്നെ റിസോഴ്സസും ഡൈവേർട്ട് ചെയ്യാനായിട്ട് പറ്റും എന്നുള്ള ഒരു പോസിബിലിറ്റി വരുന്നുണ്ട്. ബട്ട് അറ്റ് ദ സെയിം ടൈം ഇപ്പം അഗ്നികുല്യൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് കൃത്യമായിട്ട് എല്ലാ കാര്യങ്ങളും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് പറ്റിയിട്ടില്ല. ഫോർ എക്സാമ്പിൾ ഈ ഒരു ടെസ്റ്റ് ഫ്ലൈറ്റുമായിട്ട് ബന്ധപ്പെട്ട് അപ്പം ഈ ഒരു പ്രശ്നം എന്ന് പറയുന്നത് ഓൾറെഡി ISROയ്ക്ക് ഉള്ളതായിരുന്നു. അപ്പം ആ ഒരു പ്രശ്നം തന്നെ നമ്മൾ റിപ്പീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് നെഗറ്റീവ്ലി ഒരു ചെറിയൊരു ഇമ്പാക്റ്റ് വരുത്തും. അപ്പം അങ്ങനെയുള്ള ചെറിയ ചെറിയ പ്രശ്നങ്ങൾ അഡ്രസ്സ് ചെയ്തിട്ട് വേണം ഇത് കുറച്ചുകൂടി എക്സ്പാൻഡ് ചെയ്യാൻ എന്നുള്ളൊരു വ്യൂ പോയിന്റ് ആണ് ഓദർ പറയുന്നത്. അപ്പം ഇങ്ങനെ നോളേജ് ഷെയർ ചെയ്യുന്ന സമയത്ത് ഇപ്പം അഗ്നിബാന്റെ കേസ് നമ്മൾ നോക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഇതിനു മുന്നുള്ള ആദ്യത്തെ പ്രൈവറ്റ് ലോഞ്ച് എന്ന് പറയുന്നത് 2022 സ്കൈ റൂട്ടിന്റെ വിക്രം എന്ന് പറയുന്ന മിഷനായിരുന്നു. അപ്പം ആൻഡ് അതിന്റെ ഒരു സെക്കൻഡ് സ്റ്റേജ് ദാറ്റ് ഈസ് ദി കലാം 250 അതും എപ്പോഴായിരുന്നു, 2 മാസങ്ങൾക്ക് മുന്നായിരുന്നു അവരും ആ ഒരു ടെസ്റ്റ് ഫ്ലൈറ്റ് നടത്തിയത്. 2022 ആദ്യത്തെ ലോഞ്ചും പിന്നീട് 2 മാസങ്ങൾക്ക് മുൻപ് സെക്കൻഡ് സ്റ്റേജിന്റെ ഒരു എന്താ പറയുക ടെസ്റ്റ് ഫയറിങ്ങും സക്സസ്ഫുൾ ആയിട്ടുള്ള ടെസ്റ്റ് ഫയറിങ്ങും നടത്തിയിട്ടുണ്ട്. അപ്പം ഇങ്ങനെ കമേഴ്ഷ്യൽ ആയിട്ടുള്ള കുറേ അധികം പ്രൈവറ്റ് ആയിട്ടുള്ള ബോഡീസ് ഇതിലോട്ട് വരുന്ന സമയത്ത് നമുക്ക് നിറയെ അധികം ഒരു മ്യൂച്വൽ ആയിട്ടുള്ള ബെനിഫിറ്റ്സ് വരുന്നുണ്ട്. അതായത് ISRO പ്ലസ് സയന്റിസ്റ്റുകൾക്കും അതുപോലെ ഇങ്ങനെയുള്ള പ്രൈവറ്റ് സ്റ്റാർട്ടപ്പ് കമ്പനീസിനും. അതായത് ഒരു മ്യൂച്വൽ ട്രാൻസ്ഫർ ഓഫ് ടെക്നോളജി ട്രാൻസ്ഫർ ആവട്ടെ, ഇൻഫർമേഷൻസ്, എക്സ്പീരിയൻസ്, ഇങ്ങനെയുള്ള കുറേ അധികം കാര്യങ്ങൾ തമ്മിൽ ഷെയർ ചെയ്യാനായിട്ട് പറ്റും എന്നുള്ള ഒരു ബെനിഫിറ്റ് വരുന്നുണ്ട്. അതായത് ഇപ്പൊ തന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇതിൽ ഉപയോഗിച്ചിട്ടുള്ളത് സെമി ക്രയോജനിക് എഞ്ചിനാണ്. അപ്പം ISRO ആക്ച്വലി ഈ ഒരു സെമി ക്രയോജനിക് എഞ്ചിനുമായിട്ട് ബന്ധപ്പെട്ട് ടെസ്റ്റിങ്ങും കാര്യങ്ങളൊക്കെ നടത്തുന്നുണ്ട്. പക്ഷെ അവർ ആദ്യത്തെ ഈ ഒരു ടെസ്റ്റ് ഫ്ലൈറ്റ് നടത്തിയിട്ടില്ല. ആദ്യം ഇപ്പം നടത്തിയിട്ടുള്ളത് അഗ്നികുലാണ്. അപ്പം ഈ ഒരു അഗ്നികുലിന്റെ കയ്യിൽ നിന്നും കുറച്ച് ലെസൺസ് ISROയ്ക്ക് ഒരു എക്സ്പീരിയൻസ് ആയിട്ട് എടുക്കാവുന്നതാണ്. ഓക്കെ, അപ്പം ഇങ്ങനെ ഒരു മ്യൂച്വൽ ഷെയറിംഗ് ഓഫ് ഇൻഫർമേഷൻ വളരെ വലിയ രീതിയിൽ സ്പേസ് സെക്ടറിൽ കൂടുതൽ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള മാറ്റങ്ങൾ കൊണ്ടുവരാനായിട്ട് ഹെൽപ്പ് ചെയ്യും എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ISROയ്ക്ക് ഇങ്ങനെയുള്ള ഇപ്പം മെയിനായിട്ട് കമേഴ്ഷ്യലി നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ലോഞ്ച് വെഹിക്കിൾ സർവീസസ് ഇതെല്ലാം പ്രൈവറ്റ് പാർട്ടീസിനെ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ ഇവർക്ക് കുറച്ചുകൂടി ഒരു ടൈമും റിസോഴ്സസും മറ്റ് ഇന്നോവേഷൻ R&D അതുപോലെ സ്പേസ് എക്സ്പ്ലോറേഷൻ മിഷൻസ് ബെറ്റർ ഇന്റലക്ച്വൽ പ്രോപ്പർട്ടീസ് ഒക്കെ ഉണ്ടാക്കിയെടുക്കാൻ ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾക്കായിട്ട് മാറ്റി വെക്കാനായിട്ട് സാധിക്കും. ഓക്കെ, അതിനായിട്ട് ഗവൺമെന്റ് ഇപ്പം ഓൾറെഡി FDI ഈ ഒരു ഏരിയയിലോട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. അത് കൂടാതെ ബ്യൂറോക്രാറ്റിക് ആൻഡ് ലീഗൽ ഫ്രെയിംവർക്ക്സ് കുറച്ചുകൂടി ഈസി ചെയ്യണം. അതായത് ഒരു ഫ്രീ ഫ്ലോ ഓഫ് ഇൻഫർമേഷൻ ആൻഡ് നോളേജ് രണ്ട് പാർട്ടികൾക്കും ഇടയിൽ ഉണ്ടാവണം, അല്ലെങ്കിൽ ഉണ്ടാവും എന്നുള്ളൊരു ഉറപ്പുണ്ടായിരിക്കണം. ഓക്കെ, ഇപ്പൊ തന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ ISRO എൻജിൻ നോസിൽസ് കാർബൺ കോമ്പോസിറ്റ് വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പം ആദ്യം അത് കൊളംബിയം
അലോയ് വെച്ചിട്ടായിരുന്നു. അപ്പം അത് റീപ്ലേസ് ചെയ്തിട്ടാണ് ഈ ഒരു കാർബൺ കാർബൺ കോമ്പോസിറ്റ് വെച്ച് ഈ ഒരു എഞ്ചിൻ നോസൽസ് ഉണ്ടാക്കുന്നത്, എസ്പെഷ്യലി ഫോർ ദി PSLVയുടെ 4th സ്റ്റേജിലോട്ട്. അപ്പം ഇങ്ങനെയുള്ള ഇതിൻ്റെ ഒരു റിസൾട്ടായിട്ട് എന്താ സംഭവിച്ചത്, PSLVക്ക് ഏകദേശം 15 കിലോ എക്സ്ട്രാ പേലോഡ് ക്യാരി ചെയ്യാനുള്ള കപ്പാസിറ്റി കൂടി. ഓക്കെ, അപ്പം ഇങ്ങനെയുള്ള ചെറിയൊരു ഇൻഫർമേഷൻ ആവാം, പക്ഷേ എക്സ്പീരിയൻസസിൽ നിന്നുള്ള ഈ ഒരു മ്യൂച്വൽ ഷെയറിംഗ് ഓഫ് ഇൻഫർമേഷൻ്റെ റിസൾട്ടായിട്ട് പല രീതിയിലുള്ള ടെക്നോളജിക്കൽ അഡ്വാൻറ്റേജ് നമുക്ക് തമ്മിൽ കൊണ്ടുവരാനായിട്ട് സാധിക്കും എന്നുള്ളൊരു കാര്യമുണ്ട്. ഓക്കെ, ആൻഡ് ഇങ്ങനെയുള്ള അഡ്വാൻറ്റേജസ് വന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു മേജർ ബെനിഫിറ്റ് എന്ന് പറയുന്നത് നമുക്ക് ഈ ഒരു ലോകത്തിൽ തന്നെ എക്സിസ്റ്റ് ചെയ്യുന്ന ഒരു ഗ്ലോബലി $multi-billion മാർക്കറ്റിൻ്റെ, ഈ ഒരു സ്പേസ് മാർക്കറ്റിൻ്റെ ബെനിഫിറ്റ്സ് ടാപ്പ് ചെയ്യാനായിട്ട് പറ്റും എന്നുള്ള ഒരു കാര്യം വരുന്നുണ്ട്. കാരണം ഓൾറെഡി ISRO ചീപ്പായിട്ടുള്ള ലോഞ്ച് സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നൊരു രാജ്യമാണ്. അപ്പം പ്രൈവറ്റ് എൻറ്റൈറ്റീസ്, ഇവിടെ വരുന്ന പ്രൈവറ്റ് സ്റ്റാർട്ടപ്സ് ഇതിനേക്കാളും ചീപ്പറായിട്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്ത് ചെയ്യാനായിട്ട് പറ്റും, നമുക്ക് ഈ ഒരു കമേഴ്ഷ്യലി ഇത് നന്നായിട്ട് എക്സ്പ്ലോയിറ്റ് ചെയ്യാൻ പറ്റുന്നൊരു ഏരിയ ആണ്. ഓക്കെ, ഇന്ത്യയെ തന്നെ ഒരു സ്പേസ് ടെക്നോളജിയുടെ ഒരു ഹബ്ബാക്കി മാറ്റാനായിട്ടുള്ള ഒരു ഗ്രേറ്റർ ഓപ്പർച്യൂണിറ്റി കൂടിയാണ് ഇത് തുറന്നു വരുന്നത്. അതുകൂടാതെ കൂടുതൽ ഫോറിൻ ഇൻവെസ്റ്റ്മെന്റ്സ് ഈ ഒരു സെക്ടറിലോട്ട്, ഈ ഒരു ക്രിട്ടിക്കൽ സെക്ടറിലോട്ട് അട്രാക്ട് ചെയ്യാനായിട്ടും ഈ ഒരു ടെസ്റ്റ് ഫയറിങ്ങും ഇതുപോലുള്ള ഇനിഷ്യേറ്റീവ്സും ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പം ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നും കുറേ അധികം ഇനിഷ്യേറ്റീവ്സ് നടക്കുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ ഞാൻ പറഞ്ഞു FDI നോർമലൈസ് ചെയ്യുന്നത്, അതുപോലെ തന്നെ NSIL, ന്യൂ സ്പേസ് ഇന്ത്യ ലിമിറ്റഡ്, ഇൻസ്പേസ്, ഇങ്ങനെയുള്ള കുറേ അധികം ഓട്ടോണമസ് ആയിട്ടുള്ള ഏജൻസീസ് സ്റ്റാർട്ട് ചെയ്തതൊക്കെ കൂടുതൽ ഈ ഒരു പ്രൈവറ്റ് സ്റ്റാർട്ടപ്സിനെ കൊണ്ടുവരാനും ഇന്ത്യയുടെ സ്പേസ് സെക്ടറിന്റെ കമേഴ്ഷ്യൽ ആംഗിളെ കൂടുതൽ പ്രൊമോട്ട് ചെയ്യാനും വേണ്ടിയിട്ടാണ്. ഓക്കെ, അപ്പം ഈ ഒരു ഏരിയ നന്നായിട്ട് ഓർത്തിരിക്കുക. ഇതിപ്പം ഇന്ത്യയിൽ മാത്രമല്ല, ഗ്ലോബലി നമ്മൾ നോക്കുകയാണെങ്കിലും ഇങ്ങനെ തന്നെ കൂടുതൽ പ്രൈവറ്റ് സെക്ടേഴ്സ് ഈ ഒരു ക്രിട്ടിക്കൽ സ്പേസ് സെക്ടറിലോട്ട് എൻട്രി ചെയ്യുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ വിത്ത് റെസ്പെക്ട് ടു നാസ നമ്മൾ നോക്കുകയാണെങ്കിൽ, വിത്ത് റെസ്പെക്ട് ടു US നോക്കുകയാണെങ്കിൽ നാസയാണ് അവരുടെ മെയിൻ ആയിട്ടുള്ള ഒരു എന്താ പറയുക സ്പേസ് ഓർഗനൈസേഷൻ. പക്ഷെ കുറേയധികം പ്രൈവറ്റ് പാർട്ടീസും ഇപ്പം ആ ഒരു സ്പേസ് സെക്ടറിലോട്ട് കടന്നു വന്നിട്ടുണ്ട്. ഇതിൽ മുൻപന്തിയിൽ നിൽക്കുന്ന ആൾക്കാരാണ് സ്പേസ് എക്സും, ബ്ലൂ ഒറിജിനും, വെർജിൻ ഗാലക്റ്റിക്കും, ഇങ്ങനെയുള്ള കുറേയധികം പാർട്ടീസ്. അപ്പം ആ ഒരു മാറ്റം എന്ന് പറയുന്നത് ഇന്ത്യയിൽ മാത്രമല്ല ത്രൂ ഔട്ട് ദ ഗ്ലോബ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം ഇത് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് വലിയൊരു പൊട്ടൻഷ്യൽ ഉണ്ട്. അത് ഇന്ത്യയുടെ ഇക്കോണമിയെ വലിയ രീതിയിൽ ഹെൽപ്പ് ചെയ്യും, ബൂസ്റ്റ് ചെയ്യും. മാത്രമല്ല എയറോസ്പേസ് മുതൽ സുവോളജി വരെ എല്ലാ ഏരിയയിലും. കാരണം നമ്മളിപ്പം ഒരു ഇനിഷ്യേറ്റീവ്, ഒരു സാറ്റലൈറ്റ് അയക്കുന്നതുകൊണ്ട് ഇന്ത്യയിലെ ഒരു സാധാരണ മനുഷ്യനും അവിടെ അതിൻ്റെ ഒരു ബെനിഫിറ്റ് ലഭിക്കുന്നുണ്ട്. അപ്പം സ്പേസ് സെക്ടറിലുള്ള വളർച്ച എന്ന് പറയുന്നത് ഓവറോൾ ആയിട്ടുള്ള ഒരു വളർച്ചയ്ക്കാണ് കാരണമാവുന്നത്, അലോങ് വിത്ത് ദി ഇക്കണോമിക് ഗ്രോത്ത്. ഓക്കെ, അപ്പം സോഷ്യോ എക്കണോമിക് ഗ്രോത്ത് കൂടി ഇതിൻ്റെ റിസൾട്ടായിട്ട് ഉണ്ടാവുന്നുണ്ട് എന്നുള്ളൊരു കാര്യമാണ് ഓർത്തിരിക്കേണ്ടത്. അടുത്ത വാർത്ത എന്ന് പറയുന്നത് അർബൻ ഹീറ്റ് ഐലൻഡിനെ കുറിച്ചുള്ള വാർത്തയാണ്. അപ്പം ഈ ഒരു കൺസെപ്റ്റ് ജോഗ്രഫി പെർസ്പെക്റ്റീവിൽ, അതുപോലെ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ്, അതുപോലെ ഇക്കോളജി, ഈ ഒരു പെർസ്പെക്റ്റീവിലെല്ലാം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. ഓക്കെ, അപ്പം എന്താണ് ഈ ഒരു അർബൻ ഹീറ്റ് ഐലൻഡ് ഇഫക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് നിൽക്കുന്ന എന്താ പറയുക പ്രശ്നങ്ങൾ, അല്ലെങ്കിൽ അത് എന്തുകൊണ്ടാണ് കോസ് ചെയ്യുന്നത്, ഇതിൻ്റെ കാരണങ്ങൾ എന്തൊക്കെയാണ്, ഇതൊക്കെ എങ്ങനെ ഓവർകം ചെയ്യാനായിട്ട് പറ്റും എന്നുള്ള കുറച്ച് റെക്കമെൻഡേഷൻസും കാര്യങ്ങളൊക്കെയാണ് ഇതിൽ മെയിനായിട്ട് പറഞ്ഞിട്ടുള്ളത്. അപ്പം പ്രിലിംസ് ആസ് വെൽ ആസ് മെയിൻസ് പോയിന്റ് ഓഫ് വ്യൂ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്, പ്രത്യേകിച്ച് ഈ ഒരു സിനേറിയോയിൽ നമ്മൾ നോക്കുന്ന സമയത്ത്. കൂടുതൽ ദി ഹിന്ദു ന്യൂസ് പേപ്പർ അനാലിസിസിനു വേണ്ടി പ്രതിമാസം 189 രൂപ എന്ന നിരക്കില് മെമ്പർഷിപ്പ് എടുക്കാവുന്നതാണ്. യൂട്യൂബ് വഴിയും ലേണേഴ്സ് IAS ആപ്പ് വഴിയും ക്ലാസുകൾ കാണാവുന്നതാണ്.